പുതുമ എന്ന് പറഞ്ഞാൽ മറ്റൊരാൾ ചെയ്യുന്നതിനെ കോപ്പി അടിക്കണമെന്നല്ല. നമുക്ക് തന്നെ അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുള്ള സ്കോപ്പുണ്ട്. അതിൽ പരീക്ഷണങ്ങളും മാറ്റങ്ങളും ഒക്കെ നമുക്ക് കൊണ്ടുവരണം. കൊളാബറേഷൻ പോലെ എന്തെങ്കിലും ഇല്ല, ഞാൻ അതിന് പരീക്ഷണം ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ കേരള സ്റ്റോറി എന്ന് പറഞ്ഞൊരു പരിപാടി ഞാൻ കഴിഞ്ഞ വർഷം ചെയ്തിരുന്നു. കേരള സ്റ്റോറി എന്ന് പറഞ്ഞാൽ കേരളത്തിനകത്തൂടെ ഒരു സഞ്ചാരമാണ്. അത് എൻ്റെ ശബ്ദത്തിലാണ് ഞാനത് ചെയ്തത്. അത് മില്യൺസ് കണ്ട പരിപാടി, 1 മില്യൺ അടുത്ത ആൾക്കാർ കണ്ടതാണ് ആ എപ്പിസോഡുകളെല്ലാം. അപ്പോൾ അതിൻ്റെ അർത്ഥം അത് ആളുകൾ വേറൊരു കമ്മ്യൂണിറ്റി അത് കാണുന്നുണ്ടെന്ന് സ്വീകരിക്കുന്നുണ്ടെന്ന് അതിൻ്റെ അർത്ഥം. പക്ഷെ സഞ്ചാരം ആ രീതിയിൽ മാറ്റാൻ അതിന്റെ പ്രേക്ഷകർ തയ്യാറില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് സഞ്ചാരം പയ്യെ ഒരു സൈഡിൽ വെച്ചിട്ട് പുതിയ പരിപാടികൾ വേറെ പരിപാടികളായിട്ട് ഞാൻ ചെയ്യുക എന്നുള്ളതാണ്. അതിപ്പോൾ അതിന്റെ തുടക്കമായിരുന്നു ഈ കേരള സ്റ്റോറി. അത് സക്സസ്ഫുൾ ആണ്. അപ്പോൾ ആ മട്ടിൽ നമുക്ക് പരീക്ഷണങ്ങൾ ചെയ്യാം. അതാണ് ഇപ്പോൾ ഞാൻ നോക്കുന്നത്. അപ്പോൾ സഞ്ചാരം ഒരു കാലഹരണപ്പെട്ട പരിപാടിയായിട്ട് പോകും. അത് പോകണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തുറന്ന മനസ്സോടെ സ്വീകരിക്കുക വേണം, പ്രേക്ഷകരുടെ അടുത്താണ്. പിന്നെ ഇതുപോലെ തന്നെ ഇപ്പം നമ്മൾ വിദേശയാത്ര പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഇപ്പം ഇടയ്ക്കൊക്കെ ഞാനും എൻ്റെ ഫ്രണ്ട്സും പറയുന്നൊരു കാര്യമുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. അതായത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഇഷ്ടം പോലെ കാണാനുണ്ട്. ഇന്ത്യ കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ പിന്നെ അതിനെപ്പറ്റി ചിന്തിക്കാം, ഞങ്ങൾ വെറുതെ പറയാറുണ്ട്. അപ്പം ഇന്ത്യ ശരിക്കും എന്തുമാത്രം എക്സൈറ്റിംഗ് ആണ് ഒരു ട്രാവലർ എന്നുള്ള നിലയ്ക്ക് സാറിന്? എനിക്ക് ഏറ്റവും ഇപ്പോൾ, അതായത് ഞാൻ കുറേ ലോകം കണ്ടതിന് ശേഷം ഇപ്പോൾ എനിക്ക് ഏറ്റവും എക്സൈറ്റ് ചെയ്യുന്ന ഇന്ത്യയാണ്. എന്നെ ഏറ്റവും എക്സൈറ്റ് ചെയ്യുന്ന നാട് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയാണ്. കാരണം ഇത്രയും വെറൈറ്റി. പിന്നെ 2, നമ്മൾ ഈ ആധുനികതയുടെ അങ്ങേറ്റം മുഴുവൻ അനുഭവിച്ച് കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നതിൻ്റെ ഒരു പ്രത്യേകതയും കാണും ചിലപ്പോൾ. അത് തീർച്ചയായിട്ടും തനി ഗ്രാമീണതയുടെയും എല്ലാ റിയൽ ലൈഫ് എക്സ്പീരിയൻസും എല്ലാം. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ചന്തയിൽ ചെന്ന് കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഈ നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് പോലും നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകളുമുണ്ട്. എന്നാൽ മോഡേണൈസേഷൻ്റെ കാഴ്ചകളുമുണ്ട്. ഭക്ഷണത്തിൻ്റെ വൈവിധ്യമുണ്ട്. മനുഷ്യജീവിതത്തിൻ്റെ, കൃഷിയുടെ, അവരുടെ ഗോത്രജീവിതങ്ങളുടെ ഒക്കെ വെറൈറ്റി കാഴ്ചകൾ, അനുഭവങ്ങൾ തരുന്നതാണ് ഇന്ത്യ. അത് ലേ ലഡാക്കിൽ കാണുന്നതല്ല കന്യാകുമാരി കാണുന്നത്.